ഹലോ കൂട്ടുകാരെ. പിന്നെ ഞാൻ ഇന്ന് നമ്മൾ നന്ദോയ് ഭജൻസ് അവരൊന്ന് അടിച്ചു കയറി വരുമായിരുന്നു, മനസ്സിലായോ? പക്ഷേ അവരുടെ ഞാൻ നാട്ടിൽ വന്ന സമയത്തും ഞാൻ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് കൊടുത്തത് അവരുടെ ഒരു പ്രോഗ്രാം നമ്മുടെ മലനട അമ്പലത്തിൽ ഉണ്ടായിരുന്നു, അവിടെ പോയി കാണാൻ വേണ്ടിയാണ്. അപ്പോൾ അവർ ഒരു 10-25 വർഷം പ്രാക്ടീസൊക്കെ ചെയ്ത് അവർ ഭയങ്കര ഹാർഡ് വർക്കൊക്കെ ചെയ്താണ് അവരിങ്ങോട്ട് കയറി വരുന്നത്. അപ്പം അവരുടെ ഭജന എല്ലാവർക്കും ഇഷ്ടമാണ് ഒത്തിരി പേരെ. അത് അവരൊരു നമ്മളെന്തേലും പറയുന്ന ഒരു നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഈ ഭജനയിലൊരു നവോത്ഥാനം നടത്തി. അത് കണ്ട് ഒത്തിരി ടീമുകൾ വന്ന്, ഓരോ ഏരിയയിലുള്ളവർ വന്നു, ഗേൾസ് വന്നു, പ്രായമായവർ വന്നു, പിള്ളേർ വന്നു. ഭജന ആളുകൾക്കെല്ലാം അതിനൊരു കാരണം. ഇത് പണ്ട് ഈ ഭജന എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ അമ്പലത്തിൽ ഇരുന്ന് ഉടുക്കുകയും കൊട്ടി മറ്റേ ഇത് വയലിനൊക്കെ വെച്ച് പിയാനൊക്കെ വെച്ച് പാടുന്ന ഒരു പരിപാടിയായിരുന്നു. അന്ന് ഒരാളും ഇത് കേൾക്കാനില്ല, നേരെ വെളുക്കുന്നവരെ പാടുമായിരുന്നു. പക്ഷെ അവർ വന്ന് അതിനെല്ലാം അതൊരു നല്ലൊരു രീതിയിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ആളുകളെല്ലാം അതിൻ്റെ പുറകെ പോയി. അപ്പോൾ ഈ ഭജനയിൽ ഇപ്പോൾ ഒരു പാട്ട് പാടിയെന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ ഭജനയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു ഒരു പാട്ടുണ്ടല്ലോ, ഈ പരിദേവനോ നമുക്ക്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ആ പാട്ട് ക്രിസ്ത്യൻ ഭക്തിയാനോന്ന് പകുതി ആൾക്കാർക്കും അറിയത്തില്ല. ഈ ബി ജെ പിക്കാരും ആർ എസ് എസ്സുകാരും എല്ലാം ഞാൻ കണ്ട അവരുടെ റീലല്ല ഈ പാട്ട് അവർ ഇട്ടേക്കുന്നത്. നമ്മൾ മിക്ക റീലെടുത്ത് നോക്കിയാൽ ഈ പാട്ട് അത് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട് എവിടെ അവരൊന്ന് പാടിയെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ എന്തെല്ലാം ബഹളം ഉണ്ടാക്കുന്നത്, അവരെ പ്രാവുന്നു, തെറി വിളിക്കുന്നു. അതിൻ്റെ കാര്യമില്ല. സത്യം പറഞ്ഞാൽ ആ പാട്ട് പാടിയത് നമ്മുടെ യേശുദാസാണ്. അപ്പം നല്ലൊരു പാട്ടാണ്. അത് പഴയൊരു പടത്തിലെ പാട്ടാണ്. പക്ഷേ അന്നത് ഇതില്ലായിരുന്നു. ഇപ്പോൾ അത് എല്ലാ അമ്പലത്തിലും റീൽസിലും എല്ലാം നമ്മൾ കാണുന്നൊരു പാട്ടാണ് അത്. അപ്പോൾ ആ പാട്ടിനെക്കുറിച്ച് ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് സ്വയം ഒന്ന് ആലോചിക്കുക എപ്പോഴും. കാരണം നമ്മൾ ഹിന്ദുമതം വെച്ചാൽ എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് ശല്യമില്ലാത്തവരെല്ലാം നമുക്ക് ചേർത്ത് നിർത്താം. നമ്മളിപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഈ സോങ് അവർ ഇൻ്റർവ്യൂ കണ്ടാൽ മനസ്സിലാവും. അവർ ഈ പാട്ട് പഠിക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് അവരുടെ അടുത്തുള്ളൊരു പള്ളി അവിടെ ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിടെ ഒരു മതമൈത്രിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹിന്ദുത്വ സംഘടനകളൊക്കെ ഒരു കാര്യം ചെയ്യണം. ഹിന്ദുത്വ സംഘടന ചെയ്യുന്ന ഇപ്പോൾ ഹിന്ദുത്വ സംഘടനയുടെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഈ വർഗീയമായിട്ട് ചിന്തിക്കുന്ന കുറച്ചൊരു 10 പേരെ കാണത്തുള്ളൂ. അത് ബാക്കി 90 പേര് നോർമൽ ആളുകളാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരേത് സമയത്തും മാറാവുന്ന ആളുകളാണ്. അവർക്കൊരു ഫിക്സ്ഡ് രീതിയുള്ള ആളുകളൊന്നും ഇതിലില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളെ നല്ലത് കണ്ടാൽ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചുകൊണ്ട് എല്ലാ ആൾക്കാരും സപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കരുത്. പാട്ട് വരട്ടെ, എല്ലാം നല്ലതിനെല്ലാം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാമെന്ന്. ഇപ്പം നമ്മളിത് അവർ ഓപ്പണായിട്ട് ഒരു വേറെ സ്റ്റേജിൽ പാടുന്നതിന് മുമ്പ് ഒരു പെർമിഷൻ എടുത്ത് വന്നിട്ട് പാടി. അതിൽ നിങ്ങളിങ്ങനെ നടന്ന് കുരു പൊട്ടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പം എല്ലാം വേണം, ആവശ്യമുള്ളതിനെ നമ്മൾ അംഗീകരിക്കും. ഇതിപ്പോൾ അവരെ തെറി വിളിക്കുന്നു, അവരുടെ പേജിൽ പോയി പറഞ്ഞാൽ അവർക്ക് മാപ്പ് പോലും പറയേണ്ട അവസ്ഥയൊക്കെ വന്ന്. അപ്പോൾ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് ആവശ്യം. ജനുവിനായിട്ട് കുറേ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനെയൊക്കെ, അവരുടെ സപ്പോർട്ട് ഇല്ലാതാവും. പണ്ടും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഈ ഇതിലോട്ടൊന്നും ആരും